വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 5-ാം അധ്യായം 36-ാം വാക്യം. ഈ നാളുകൾക്ക് മുമ്പേ ത്യൂദാസ് എന്നവൻ എഴുന്നേറ്റ് താൻ മഹാൻ എന്ന് നടിച്ചു. ന്യായാധിപ സംഘം അന്യായം പ്രവർത്തിക്കുവാൻ ഒരുങ്ങുമ്പോൾ അവരിൽ ഒരുവൻ ബുദ്ധിയോടെ ഉപദേശം നൽകുന്നു. അത് ന്യായാധിപ സംഘത്തിലെ ഗമാലിയേൽ ആയിരുന്നു. അപ്പോസ്തലന്മാർ ജനത്തെ സ്വാധീനിക്കുന്നതും റോമാക്കാർ ക്രൂശിൽ തറച്ച് കൊലപ്പെടുത്തിയ യേശു എന്ന യഹൂദനെ മശിഹായായും ദൈവത്തിന്റെ അഭിഷിക്തനായും പ്രഘോഷിക്കുന്നത് റോമൻ കാഴ്ചപ്പാടുകൾക്കും നിയമങ്ങൾക്കും എതിരായിരുന്നു. അത് അവിടുത്തെ ജനതയെ വല്ലാതെ ചൊടിപ്പിക്കുകയും കോപപരവശരാക്കുകയും ചെയ്യുന്നു. ആ കാലത്ത് താനാണ് മശിഹ എന്ന അവകാശവാദവുമായി റോമൻ ഭരണത്തിനെതിരെ വിപ്ലവമുണ്ടാക്കിയ വ്യക്തിയായിരുന്നു ത്യൂദാസ്. ത്യൂദാസിനെ കുറിച്ച് ഈ പ്രഭാതത്തിൽ നമുക്ക് അല്പമായി ചിന്തിക്കാം. ഒന്നാമതായിട്ട്, ദൈവിക ആലോചനകൾക്ക് കീഴ്പ്പെടാത്ത വ്യക്തിയായിരുന്നു ത്യൂദാസ്. ദൈവിക ആലോചനകൾക്ക് കീഴ്പ്പെടാത്തവരെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ത്യൂദാസിന്റെ ജീവിതത്തിലൂടെ ഗമാലിയേൽ ന്യായാധിപ സംഘത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നത്. സർവ്വജനവും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവനും ധർമ്മം ഉപദേശിക്കുന്നവനുമായ ഗമാലിയേലിന്റെ ബുദ്ധിപൂർവമായ ഉപദേശവും താക്കീതും ഏവരും അനുസരിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ത്യൂദാസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ത്യൂദാസ് എന്നവൻ എഴുന്നേറ്റു താൻ മഹാൻ എന്ന് നടിച്ചു എന്ന്. മഹാൻ എന്ന ചിന്ത നമ്മിൽ തന്നെ ഉരുവാകുമ്പോൾ അത് നമ്മെ അഹന്തയിലേക്ക് നയിച്ചേക്കാം. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന തിരുവചനം നമ്മോട് പറയുമ്പോൾ സ്വാർത്ഥ ചിന്തകൾ വെടിഞ്ഞ് ദൈവിക ആലോചനകൾക്ക് കീഴ്പ്പെടുവാൻ നാമും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട്, മറ്റുള്ളവരെയും നാശത്തിലേക്ക് നയിച്ച വ്യക്തിയായിരുന്നു ത്യൂദാസ്. സ്വയമായി ഒരു നേതാവായി തീർന്ന വ്യക്തിയായിട്ട് നമുക്ക് ത്യൂദാസിനെ കാണുവാനായിട്ട് കഴിയുന്നു. അദ്ദേഹത്തോടൊപ്പം 400 പുരുഷന്മാർ ചേർന്ന് എന്ന് കാണുന്നു. ഈ ജനങ്ങൾ അഥവാ ഒരു സമൂഹം തന്നെ ത്യൂദാസിനെ അനുസരിച്ചതിനാൽ ത്യൂദാസും നശിക്കുന്നതായിട്ട് തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ സംഭവം അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങളിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ ഇപ്രകാരം കാണുന്നു: ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്നു കൂടി, എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവർ എല്ലാവരും ചിന്നി ഒന്നുമില്ലാതാകുകയും ചെയ്തു എന്ന്. നാം എന്ത് കേൾക്കുന്നു, നാം എന്ത് സ്വീകരിക്കുന്നു, നാം എന്ത് നിഷേധിക്കുന്നു എന്നത് പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. നമ്മുടെ ചുറ്റുപാടും വ്യത്യസ്ത നിലപാടുകൾ ഉള്ളവർ, ഭിന്ന അഭിപ്രായങ്ങൾ ഉള്ളവർ ഒക്കെ കണ്ടേക്കാം. എന്നാൽ നാം നമ്മുടെ ദർശനങ്ങളിൽ നിന്നും വ്യതിചലിച്ചു പോകരുത്. നമ്മുടെ ബോധ്യങ്ങളിൽ നിലനിൽക്കുവാനും സുവിശേഷത്തിനു വേണ്ടി ഉറച്ച നിലപാടുകൾ സ്വീകരിക്കുവാനും മറ്റുള്ളവരെയും ക്രിസ്തുവിലേക്ക് നയിക്കുവാനും നമുക്ക് സാധിക്കണം. ഇത്തരത്തിൽ ത്യൂദാസിന്റെ ജീവിതത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് വിശ്വാസത്തിനു വേണ്ടി ഉറച്ച നിലപാടുകൾ സ്വീകരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളിൽ അങ്ങ് നൽകുന്ന ആലോചനയെ തിരിച്ചറിയുന്നതിനും ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കായി നിലപാടുകൾ സ്വീകരിക്കുന്നതിനും ഭയരഹിതമായി അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമകളായി ഉറച്ചു നിൽപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.